പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ബൈബിളിലെ ഒരു വാക്യം വായിച്ച് അല്പനേരം അതിൽ നിന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എടുക്കുന്ന വചനമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളാണ് എടുക്കുന്നത്. അതിൻ്റെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. 2-ാം വാക്യത്തിൽ പറയുന്നു: എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം, അതിൻ്റെ 2-3-ാം അധ്യായത്തിൽ പറയുന്നു: ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇതാണ് 2-3 വാക്യങ്ങളിൽ പറയുന്നത്. ഹല്ലേലൂയ, ഗ്ലോറി, പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. കർത്താവ് നമുക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതെന്ന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. അപ്പം നമുക്കറിയുവാൻ ഉള്ള ഒരാഗ്രഹം, ഒരാകാംക്ഷയില്ലേ? അല്ലെങ്കിൽ കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്ന സ്ഥലം ഏതാണ്? അതായത് നമ്മുടെ യേശു മണാളൻ സ്ഥലം ഒരുക്കിയിട്ട് തൻ്റെ ശരീരമാകുന്ന മണവാട്ടി സഭയെ കൊണ്ടുപോയി വെക്കുവാനുള്ള സ്ഥലം എങ്ങനെയുള്ളതാണ് ഹല്ലേലൂയ എന്ന് നമുക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷയില്ലേ? ഹല്ലേലൂയ, എങ്ങനെയാണ്, എവിടെയാണ്, എങ്ങനെയുള്ളതാണ് എന്നൊക്കെ അറിയേണ്ട ഒരാകാംക്ഷയില്ലേ? അല്ലെങ്കിൽ ലോകത്തിൽ തന്നെയാണെങ്കിലും ഒരു പെൺകുട്ടിയെ കല്യാണം ആലോചിക്കുവാനായിട്ട് വരുമ്പോൾ ചെറുക്കൻ്റെ സ്ഥലത്തെപ്പറ്റി, വിവരങ്ങളെപ്പറ്റിയൊക്കെ അന്വേഷിക്കും. അതുപോലെ തന്നെ ഹല്ലേലൂയ, ചെറുക്കനും മണവാളനും തൻ്റെ മണവാട്ടി എങ്ങനെയുള്ളവളായിരിക്കണമെന്നുള്ള ആഗ്രഹം ഇല്ലയോ? അപ്പോൾ ഈ വചനത്തിലൂടെ നമുക്ക് നോക്കാം നമ്മുടെ മണവാളൻ്റെ വീട് എങ്ങനെ ഉള്ളതാണ്, അത് എവിടെയാണ് എന്നും മണവാളൻ ആഗ്രഹിക്കുന്ന മണവാട്ടിയുടെ ഗുണങ്ങൾ എങ്ങനെയുള്ളവളായിരിക്കണമെന്നും നോക്കാം. ഇതറിയണമെങ്കിൽ നമുക്ക് പ്രകാശിതവാക്യം 21-ാം അധ്യായത്തിലേക്ക് കടന്നു പോകേണ്ടതായിട്ട് ഇരിക്കുന്നു. 21-ന്റെ 1 മുതൽ വായിച്ചാൽ, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. അതായത് നമ്മളിപ്പോൾ താമസിക്കുന്ന ഈ ആകാശവും ഭൂമിയും ഇല്ല, സമുദ്രം ഇനിയില്ല. 2-ാം വാക്യത്തിൽ പറയുന്നു: പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം, ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. തൻ്റെ മണവാട്ടിക്ക് താമസിക്കുവാനുള്ള മണവാളൻ്റെ ഭവനമാണിത്. 10-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നു: യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. പുത്തനാം യെരുശലേമിനെ പറ്റി വർണ്ണിക്കുകയാണ് ഇവിടെ. പുത്തനാം യെരുശലേം എങ്ങനെ ഉള്ളതാണ് എന്നുള്ള കാര്യത്തെപ്പറ്റി ഇവിടെ വർണ്ണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഹല്ലേലൂയ ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള ഹല്ലേലൂയ പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തെ പറ്റിയാണ് പറയുന്നത്. ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുത്തനാം യെരുശലേമിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അത് സ്വച്ഛ സ്ഫടികം പോലെ സുവർണം ആയിരുന്നു. അപ്പോൾ ഈ നഗരത്തിന് പൊക്കമുള്ള വൻ മതിലുകൾ ഉണ്ടായിരുന്നു. 12 ഗോപുരം ഉണ്ടായിരുന്നു. ഗോപുരങ്ങളിൽ 12 ദൂതന്മാർ ഉണ്ട്. ഇസ്രയേലിൻ്റെ 12 ഗോത്രങ്ങളുടെയും പേര് 12 ഗോപുരങ്ങളിൽ കൊത്തിയിട്ടുണ്ട്. 12 ഗോപുരങ്ങൾ മുത്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്.
കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. ഇങ്ങനെയാണ് ഗോപുരങ്ങൾ 12 ഗോപുരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നഗരത്തിൻ്റെ മതിലിന് 12 അടിസ്ഥാനങ്ങൾ ഉണ്ട്. 12 അടിസ്ഥാനങ്ങൾ. ഈ അടിസ്ഥാനങ്ങളിൽ കുഞ്ഞാടിൻ്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേര് ഉണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് നഗരത്തിൻ്റെ വീതിയും നീളവും ഉയരവും അളക്കുകയാണ്. അപ്പോൾ അളന്നപ്പോൾ നഗരത്തിൻ്റെ മതിലിൻ്റെ വീതിയും നീളവും ഉയരവും അളക്കിയപ്പോൾ 1200 നാഴിക കണ്ടു. നഗരം സമചതുരമാണ്, സ്ക്വയറാണ്. അതിൻ്റെ വീതിയും നീളവും ഉയരവും സമമാണ്. 1200 നാഴിക എന്ന് പറഞ്ഞാൽ 1500 മൈൽ നീളവും 1500 മൈൽ വീതിയും 1500 മൈൽ ഉയരവുമുള്ള സമചതുരാകൃതിയിൽ ഉള്ളതാണ് പുതിയ യെരുശലേം, അതായത് പുത്തനാം യെരുശലേം, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന നഗരം. അതിൻ്റെ ഘനം 216 അടിയാണ് എന്ന് പറഞ്ഞാൽ 144 മുഴം മതിലിൻ്റെ ഘനം. ഹല്ലേലൂയ, ഗ്ലോറി. മതിലിൻ്റെ പണി സൂര്യകാന്തം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മതിലിൻ്റെ പണി സൂര്യകാന്തം എന്ന് പറഞ്ഞാൽ സ്വച്ഛ സ്ഫടികം പോലെ സുവർണം, അതായത് വെള്ള നിറം. സ്വച്ഛ സ്ഫടികത്തിനൊത്ത നഗരം തങ്ക നിർമ്മിതമാണ്. നഗരം തങ്കം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അത് കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട 12 അപ്പോസ്തലന്മാരുടെ പേരെഴുതിയിരിക്കുന്ന 12 അടിസ്ഥാനങ്ങൾ. 12 വിധത്തിലുള്ള രത്നവും കൊണ്ടാണ് 12 അടിസ്ഥാനങ്ങൾ അലങ്കരിച്ചിരിക്കുന്നത്. അടിസ്ഥാനങ്ങളുടെ 12 രത്നങ്ങൾക്കും ഓരോന്നിനും അതിൻ്റേതായ ഗുണമുണ്ട്. അതായത് 12 സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഈ 12 അടിസ്ഥാനങ്ങൾ, കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കർത്താവിൻ്റെ 12 അപ്പോസ്തലന്മാരുടെ ഈ അടിസ്ഥാനം ഉണ്ടാക്കിയിരിക്കുന്ന 12 രത്നങ്ങൾ കൊണ്ടാണ്. ഗ്ലോറി, പ്രൈസ് ദി ലോർഡ്. അപ്പം നമുക്ക് ആ ഓരോ രത്നങ്ങളുടെയും സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ രത്നം സൂര്യകാന്തമാണ്. അത് സ്വച്ഛ സ്ഫടികം പോലെ സുവർണം, വെള്ള നിറമാണ്. വെളിപ്പാട് 4:3 ദൈവത്തെ സൂര്യകാന്തത്തോട് സദൃശമാക്കുന്നു. ദൈവാനുരൂപമായി പുനഃസൃഷ്ടിക്കപ്പെട്ടവരാണ്. അവിടെ നിർമ്മലതയെ കുറിക്കുന്നു. ഫിലിപ്പിയർ 1:10. ഹല്ലേലൂയ. അപ്പോൾ ഈ 12 രത്നങ്ങൾക്കുള്ള ദിവ്യ സ്വഭാവം ഉള്ളവരായിരിക്കണം ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയിലുള്ള ആൾക്കാർ. കർത്താവിൻ്റെ മണിവാട്ടി സഭയ്ക്ക് ഈ 12 രത്നങ്ങൾക്കുള്ള ദിവ്യ സ്വഭാവമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ദിവസത്തോളം ആത്മാർത്ഥതയോടും നിർമ്മലതയോടും കൂടെ ഇരിക്കണം. രണ്ടാമത്തേതാണ് നീലരത്നം. വജ്രം പോലെ കടുപ്പമുള്ള രത്നക്കല്ല്, ആകാശനീലം. സ്വർഗീയമായവയെ നീല നിറം സദൃശീകരിക്കുന്നു. യെരുശലേമിൽ എത്തുന്നവർ സ്വർഗത്തിൽ നിന്നയച്ച പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്. 1 പീറ്റർ 1:12. ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരാണ്. എഫെസ്യർ 2:7. ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നതും അന്വേഷിക്കുന്നവരുമാണ്. കൊളോസി 3:1-3. മൂന്നാമത്തേത് മാണിക്യമാണ്. പ്രാവിൻ്റെ കഴുത്തിലും മയിലിൻ്റെ പീലിയിലും കാണുന്ന പച്ച നിറം. പച്ച നിറം സമൃദ്ധിയായ ജീവനെ കുറിക്കുന്നു. പുതിയ യെരുശലേമിൽ യോഗ്യരാകുന്നവർ സമൃദ്ധിയായ ജീവൻ പ്രാപിക്കുന്നവരാണ്. യോഹന്നാൻ 10:10. കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവരാണ്. റോമർ 5:17. ക്രിസ്തുവിൻ്റെ വചനം അവരിൽ ഐശ്വര്യമായി വസിക്കും. കൊളോസി 3:16. നാലാമത്തേത് രത്നമാണ് മരതകം. ഇത് പച്ച നിറമുള്ള രത്നങ്ങളിൽ ഏറ്റവും പച്ചയായതാണ്. പുതിയ നിയമ മധ്യസ്ഥനായ ക്രിസ്തു ആരുമായി ഉടമ്പടി സ്ഥാപിച്ചു, അവരാണ് പുതിയ യെരുശലേം അവകാശമാക്കുക. അഞ്ചാമത്തേതാണ് നഖവർണ്ണി. ചുവപ്പ് വെളുപ്പും ചേർന്ന നിറം. ഈ 2 നിറങ്ങളെയും ആത്മീക അനുഭവത്തോട് ചേർന്ന് ബന്ധിക്കാവുന്നതാണ്. ദൈവവചനത്താൽ വിവേചിച്ച് ലോകത്തെ അനുഭവിക്കുന്നവരാണ് ഇവർ. പ്രൈസ് ദി ലോർഡ്.